എല്ലാവർക്കും ഇൻസ്പയർ സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ടൈം ബൗണ്ട് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സമയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ എല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും അല്ലെങ്കിൽ വ്യായാമത്തിൽ ഏർപ്പെടുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം സമയബന്ധിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സമയത്തെ കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട്. ചില സ്ഥലങ്ങളിൽ സമയത്തിന് എത്തണമെന്നും ഇന്ന സമയത്ത് ട്രെയിൻ കയറിയാലാണ് എനിക്ക് ഇന്ന സമയത്ത് എറണാകുളത്ത് എത്താൻ പറ്റും അല്ലെങ്കിൽ കോട്ടയത്ത് എത്താൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നവരാണ് നമ്മൾ. ഇവിടെ സമയത്തെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ സമയത്തെ കുറിച്ച് ഒത്തിരി ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകളെ കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരെ പറയുന്നത് ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് എന്നാണ്. ടിഡ്സ് എന്ന് പറഞ്ഞാൽ സമയമെന്നും ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസവും എന്നാണ്. ഈ ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് എന്ന വാക്ക് വരുന്നത് തന്നെ സ്കാൻഡിനേവിയൻ ലാംഗ്വേജ് ആയ സ്വീഡിഷ് നോർവീജിയൻ ലാംഗ്വേജിൽ നിന്നാണ്. ചില കൾച്ചറുകളിൽ ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അപ്പോൾ എന്താണ് ഈ ടിഡ്സ് ഒപ്റ്റിമിസ്റ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്? ഒരു ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് എപ്പോഴും സമയത്തെ കുറിച്ച് വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കും എന്ന് മാത്രമല്ല, അവർ ആ കോൺഫിഡൻസ് കൂടി വരുന്നോളം അവർ അത് ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവർ പലപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ എത്താനായിട്ട് വളരെയധികം തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം സമയത്ത് എത്താൻ സാധിക്കുക, ആ സ്ഥലത്ത് സമയത്ത് എത്താനായിട്ട് സാധിക്കുമെന്ന് വളരെയധികം ഓവർ കോൺഫിഡന്റ് ആവുകയും അതുവഴി അവിടെ അവർ നേരം വൈകിയെത്തുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇവരിൽ കണ്ടുവരുന്നത്. പലപ്പോഴും ഇവർ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് സമയത്തിന് എത്താൻ സാധിക്കുമെന്ന് ഉള്ള ധാരണ വെച്ചുകൊണ്ട് പല കാര്യങ്ങളും അതിന് വളരെയധികം കെയർ കൊടുക്കാതെ അവിടെ സമയം വൈകിയെത്തുന്ന ഒരു ടെൻഡൻസി കാണാനായിട്ട് സാധിക്കും. ഒരു അവസാനത്തെ കപ്പ് ഓഫ് ടീ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു അവസാനത്തെ കപ്പ് ഓഫ് ടീ കുടിച്ചിട്ട് കയറാൻ എനിക്ക് സമയമുണ്ട് എന്ന് കരുതി ആ ഒരു കപ്പ് ഓഫ് ടീയും കൂടി കുടിക്കാൻ നിൽക്കുകയും അത് മുഖേന ട്രെയിൻ മിസ്സാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം അവരിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ സമയത്തെ കുറിച്ച് വളരെയധികം കോൺഫിഡന്റ് ആവുകയും അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നഷ്ടമാവുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് വരുന്നത്? എന്തൊക്കെ റീസൺസ് ആണുള്ളതെന്നാണ് നമ്മൾ ഇനി കാണുന്നത്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു ബിഹേവിയർ കടന്നു വരുന്നത് അവരുടെ ഉള്ളിലുള്ള ചില ധാരണകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് കടന്നു വരുന്നത്. അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബിലീഫ് സിസ്റ്റം ആണ് ഇത്. അതായത് എനിക്ക് എല്ലായിടത്തും സമയത്ത് എത്താനായിട്ട് സാധിക്കും. അതായത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്കമാലിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ടിഡ്സ് ഒപ്റ്റിമിസ്റ്റ് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ശരി, നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ എടപ്പള്ളിയിലും ആലുവയിലും ഒക്കെ വൈകുന്നേര സമയങ്ങളിലും അല്ലെങ്കിൽ രാവിലെയുള്ള ചില സമയങ്ങളിലും അല്ലെങ്കിൽ സ്കൂൾ അവേഴ്സിലും ജോലി സമയത്തൊക്കെ അവിടെ തിരക്കുണ്ടായിരിക്കും. അപ്പൊ ആ തിരക്കിൽ കുറെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരുമായിരിക്കാം. NH-ലൂടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അതുവഴി അവർക്ക് ചില സമയനഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ടിഡ്സ് ഒപ്റ്റിമിസ്റ്റിന് ഈ വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യാതെ അദ്ദേഹം എന്തായാലും എനിക്ക് എത്താൻ സാധിക്കും എന്ന് വളരെയധികം അദ്ദേഹം ഇന്ന സമയത്ത് തന്നെ ഞാൻ എത്തും അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ എത്തും എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ഒപ്റ്റിമിസ്റ്റ് ആയിട്ടായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനിടയിൽ സംഭവിക്കാവുന്ന ചില ഇമ്പോർട്ടന്റ് എലമെന്റ്സ്, ചില കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം മറന്നുപോയിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചില ടെൻഡൻസികളാണ് ടിഡ്സ് ഒപ്റ്റിമിസ്റ്റിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ചില ഇമ്പോർട്ടന്റ് ഇവന്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് മിസ്സായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോ എങ്ങനെ ഈ ഒരു ടെൻഡൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? അതോടൊപ്പം തന്നെ സൈക്കോളജിക്കലി നമ്മൾ ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി പറയുന്നത് ഇവരുടെ മൈൻഡ് തന്നെ ഒരു അൺകോൺഷ്യസ് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എന്താണ് അൺകോൺഷ്യസ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് അവർ തന്നെ ഒരു ടൈം പാറ്റേൺ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മൈൻഡിന് ഉള്ളിൽ തന്നെ. അവര് പോലും അവയർ ആവാതെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രേരണ അനുസരിച്ച് മാത്രമേ അവർ മൂവ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഇവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു ധാരണ പുറത്തുള്ള
ടൈം പാറ്റേണോ അല്ലെങ്കിൽ ടൈം സ്പാൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ടൈം സ്പാനുമായിട്ട് മാച്ച് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വഴി അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും മിസ്സാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് ഇവർക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ അവെയർ ആവുന്നത് എങ്ങനെയാണ്? കൂടുതൽ ഇതിനെക്കുറിച്ച് ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ധാരണകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ട് എന്നൊരു സെൽഫ് അനാലിസിസിലൂടെ അദ്ദേഹം കടന്നു വരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ അദ്ദേഹത്തിന് കൂടുതൽ ഇതിലേക്ക് പ്ലാനിങ്ങുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിലും പതിയെ പതിയെ അദ്ദേഹത്തിന് തന്റെ മിസ്സിംഗ് എലമെന്റ്സിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സമയത്തെ കുറിച്ച് താൻ ഓവർ കോൺഫിഡന്റ് ആണ് എന്നുള്ള ധാരണ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് വഴി മിസ്സിംഗ് എലമെന്റ്സിനെ കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ ആ മിസ്സിംഗ് എലമെന്റ്സിനെ മനസ്സിലാക്കുന്നത് വഴി ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റിലേക്ക് കടന്നു വരാനും അദ്ദേഹത്തിന് സാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലോ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലോ ഇങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ നമുക്കോ തന്നെ ഇങ്ങനെ ടിപ്സ് ഒപ്റ്റിമിസ്റ്റ് ടെൻഡൻസീസ് ചിലപ്പോൾ കണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ സെൽഫ് അവെയർ ആകുന്നത് വഴി നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു സെൽഫ് പ്ലാനിങ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളെയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മുടെ സമയത്തെ ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ ലൈഫിൽ കൂടുതൽ ഒപ്റ്റിമിസ്റ്റ് ആവാനായിട്ടും നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.